ഞാൻ അഡ്വക്കേറ്റ് ബോബി മാണി. പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം മോട്ടോർ വെഹിക്കിൾസ് ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ അതിന് ഒരു സ്ട്രക്ചേർഡ് ഫോർമുല 163A അനുസരിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു മൾട്ടിപ്ലയറും വെച്ചിട്ട് ഏജ് വെച്ചിട്ട് എത്ര കോമ്പൻസേഷൻ ആകാം. അതിന് രണ്ട് വ്യൂ ഉണ്ട്. ഒന്ന് 40,000 രൂപയിൽ താഴെയുള്ളവർക്ക് മാത്രമേ ആ സ്കീം അപ്ലൈ ചെയ്യത്തുള്ളൂ എന്നാണ് കേരള. അതായത് ആനുവൽ ഇൻകം 40,000 രൂപയിൽ താഴെ വരുന്നവർക്ക് മാത്രമേ അത് അപ്ലൈ ചെയ്യത്തുള്ളൂ എന്നാണ് 2023 2 KHC 629 ജസ്റ്റിസ് സോഫി തോമസ് സുകുമാരൻ വേഴ്സസ് RC ഇബ്രാഹിം എന്ന കേസിൽ വിധിച്ചത്. എന്നാൽ ഒരു ജാർഖണ്ഡ് ഒരു കേസിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അത് ഇതിൽ കൂടിയ എമൗണ്ട് വിധിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 18,434 രൂപ ആയിരുന്നു അയാളുടെ മന്ത്ലി ഇൻകം. ഇത് കേസ് സുലേഖ മണ്ഡൽ വേഴ്സസ് അനുരാഗ് ത്രിപാഠി 2020 ACJ ആക്സിഡൻസ് ക്ലെയിംസ് ജേണൽ 2963. ഈ കേസിനകത്താണ് ഇത് എങ്ങനെയാണ് ഇത് സ്ട്രക്ചേർഡ് ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വളരെ വിശദമായിട്ട് പറഞ്ഞിരുന്നത്. അതായത് ഗ്രോസ് ഇൻകം, അതായത് ടോട്ടൽ അയാളുടെ ശമ്പളം 18,434 രൂപയായിരുന്നു. അപ്പോൾ 12 വെച്ച് ഗുണിക്കുമ്പോൾ 2,21,208 രൂപ വരും. അതിൽ ഇൻകം ടാക്സ് 4,121 രൂപ കുറച്ച് ആണ് നെറ്റ് ഇൻകം കണ്ടുവച്ചത്. അതായത് 2,17,067 രൂപ. അതിനകത്ത് പേഴ്സണൽ എക്സ്പെൻഡിച്ചർ അയാൾ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ആഹാരം കഴിക്കുന്നതും ഡ്രസ്സ് ചെയ്യുന്നതുമായ ചെലവുകൾ അല്ലെങ്കിൽ മറ്റുള്ള അയാളുടെ സ്വന്തം ചെലവുകൾ കുറയ്ക്കുക, 50% കുറച്ച് 1,08,543 രൂപ ആണ് ബാക്കിയുള്ളത്. അതാണ് നെറ്റ് ഇൻകം, അയാളുടെ ഇൻകം എടുക്കേണ്ടത്. അതിൽ നിന്ന് ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ്, പിന്നീട് ഉണ്ടാകാവുന്ന അയാളുടെ ഇൻകത്തിലുള്ള ഇൻക്രിമെന്റ് 40% കൂട്ടും. അങ്ങനെ അതായത് 1,08,543 40% 43,417 രൂപ കൂട്ടിക്കഴിഞ്ഞിട്ട് അതാണ് ടോട്ടൽ ഇൻകം 1,51,000 രൂപ. അത് ഈ ഏജിൽ 17 ആണ് മൾട്ടിപ്ലയർ. അപ്പോൾ 17 വെച്ചിട്ട് ഗുണിച്ചു കഴിയുമ്പോൾ 25,83,335 രൂപ ആണ് കോമ്പൻസേഷൻ കോടതി കണ്ടത്. അതിൻ്റെ കൂടെ ലോസ് ഓഫ് ലവ് ആൻഡ് അഫെക്ഷൻ 50,000 രൂപ, ഫ്യൂണറൽ എക്സ്പെൻസ് 15,000 രൂപ, ലോസ് ഓഫ് എസ്റ്റേറ്റ് 15,000 രൂപ. അതായത് അപകട സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന രൂപയും ഉടുപ്പും അങ്ങനെ നഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം കൂടെ 15,000 രൂപ, ലോസ് ഓഫ് കൺസോർഷ്യം ഒരു 40,000 രൂപ. അങ്ങനെ എല്ലാം കൂടെ കൂട്ടി 27,0335 രൂപയാണ് ഈ കോടതി അനുവദിച്ചത്. എന്നാൽ ജസ്റ്റിസ് സോഫി തോമസ് പറയുന്നത് അങ്ങനെ അല്ല. മാക്സിമം ഈ ഷെഡ്യൂളിൽ 40,000 രൂപ വരെ കാണിച്ചിട്ടുള്ളൂ. അതായത് 3,000, 4,200, 5,400 അങ്ങനെ മാക്സിമം 40,000 രൂപയുടെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൽ കൂടിയ ഒരു ഇൻകം ഉള്ള ആൾക്ക് ഇത് അപ്ലൈ ചെയ്യത്തില്ല എന്നാണ്. ആനുവൽ ഇൻകം ആണ് ഈ കാണിച്ചിരുന്നത്. അതുകൊണ്ട് 40,000 രൂപയ്ക്ക് കൂടുതലുള്ള ഇൻകം ഉള്ള ആൾക്ക് ഇത് എടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇതിന്റെ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ 15 വയസ്സ് വരെ ആണെങ്കിൽ 15 മൾട്ടിപ്ലയർ. അത് 15 മുതൽ 20 വരെ 16, 20 മുതൽ 25 വരെ 17, 25 മുതൽ 30 വരെ 18 ആണ് ഏറ്റവും കൂടിയത്. പിന്നീട് ഇതുപോലെ തന്നെ കുറഞ്ഞു വരും. 30 മുതൽ 35 വരെ 17, 35 മുതൽ 40 വരെ 16, 40 മുതൽ 45 വരെ 15, പിന്നെ
രണ്ട് പോയിന്റ് പറയുന്നത്. 45 മുതൽ 50 വരെ 13, 50 മുതൽ 55 വരെ 11, 55 മുതൽ 60 വരെ 8, 60 മുതൽ 65 വരെ 5, 65 മുകളിൽ എല്ലാവർക്കും 5. ഇതാണ് മാക്സിമം മൾട്ടിപ്ലയർ കൊടുത്തിരുന്നത്. അതായത് ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ചിട്ട്, നെറ്റ് ഇൻകം കണ്ടുപിടിച്ചിട്ട് അതിനെ ഈ മൾട്ടിപ്ലയർ കൊണ്ട് ഗുണിക്കുന്ന എമൗണ്ട് ആണ് ഈ കോമ്പൻസേഷൻ ആയിട്ട് ഡെത്ത് ആണെങ്കിൽ കൊടുക്കേണ്ടത് എന്നാണ്. 40,000 രൂപയിൽ കൂടുതൽ വരികയാണെങ്കിൽ ഇത് ഇല്ല എന്നും, അതല്ല അതിൽ കൂടുതൽ കൊടുത്ത ജാർഖണ്ഡ് വിധികളും ഉണ്ട്. സുപ്രീം കോടതി ഇതിനെപ്പറ്റി ഉള്ളതായിട്ട് ഞാൻ കണ്ടില്ല. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.